എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 61 ശ്ലോകം 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 14 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഭഗവാന്റെ ആ കൃഷ്ണ ഭാര്യമാര് എല്ലാവരും ആ ദാസിമാര് എത്രയോ നൂറ് ദാസിമാരുണ്ട് ഓരോരുത്തർക്കും. പക്ഷെ അവരൊന്നും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് തന്നെ ചെയ്യണം ഭഗവാന്റെ ശുശ്രൂഷ എന്ന് മനസ്സിൽ തോന്നിയിട്ട് അവര് തന്നെ ചെയ്ത് കൃതാർത്ഥകളാവണം എന്ന് പറയണത് പ്രത്യേകം പറയണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. പ്രത്യുഗമാസനവരാർക്കണപാദശൗച താംബൂല വിശ്രമണ വീജനഗന്ധമാല്യൈ കേശപ്രസാരശയനസ്നപനോപഹാരൈ ദാസീ ശതാ അപി വിഭോ വിദധുസ്മദാസ്യം. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യമാരായിട്ടുള്ള ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം 100 ദാസിമാരുണ്ട് ശുശ്രൂഷിക്കാൻ. അത്ര പദവിയിലാണ് അവരിയ്ക്കുന്നത്. എങ്കിലും ശ്രീകൃഷ്ണമൂർത്തിയുടെ ആ ദാസ്യത്തെ അംഗീകരിക്കുന്നതില് അവരെല്ലാവരും വളരെ ഔത്സുക്യം, പരമമായിട്ടുള്ള ഔത്സുക്യം പ്രകാശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാ? ഭഗവാൻ അങ്ങനെ ആ ഗൃഹത്തിലേക്ക് വരുമ്പോ എതിരേറ്റ് ഗമിച്ച് സ്വീകരിക്കുക, ഇരിക്കാൻ ആസനം സമർപ്പിക്കുക, ശ്രേഷ്ഠമായ പാത്രത്തിൽ അർഘ്യം ആചമനീയം മുതലായവ സമർപ്പിക്കുക, കാല് കഴുകി കൊടുക്കുക, താമ്പൂലം നൽകുക, പാദം തലോടുക, ചാമരം കൊണ്ട് വീശി കൊടുക്കുക, ചന്ദനം പൂശി കൊടുക്കുക, മാല കെട്ടിക്കൊടുക്കുക, മാല കെട്ടി ചാർത്തുക ഭഗവാന്റെ ശരീരത്തില് കഴുത്തില്, തലമുടി അങ്ങനെ ചീകി മിനുക്കി കെട്ടിക്കൊടുക്കുക, ശയ്യ വിരിച്ചു കൊടുക്കുക, കുളിപ്പിക്കുക, ഭക്ഷക പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ സമർപ്പിക്കുക. ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും അവര് തന്നെ ചെയ്ത് കൃതാർത്ഥകളായി. ദാസിമാരോ ആരും വരണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ. അപ്പോഴാണ് അവർക്ക് ആ കൃതാർത്ഥത അനുഭവപ്പെടുന്നത്. ഭഗവാന് വേണ്ടി ചെയ്യുന്നത് ഓരോ പ്രവൃത്തിയും അവരെ കൃതാർത്ഥരാക്കുന്നു. ഇത്ര ഭാഗ്യവതികളല്ലേ ആ കൃഷ്ണപത്നിമാര്. ഇതെല്ലാം കല്യാണത്തിന്റെ വർണ്ണന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. താസാം യാ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോദിത അഷ്ടൗ മഹിഷ്യത്തൽപുത്രാൻ പ്രദ്യുമ്നാദിൻ കൃണാമിതേ. ശ്രീകൃഷ്ണ ഭാര്യമാരായിട്ടുള്ള 16,008 പേർക്കും 10 പുത്രന്മാരുണ്ടായെന്ന് പറഞ്ഞല്ലോ. എല്ലാവരുടെ പേരൊന്നും വിവരിക്കണില്ല. അവരിൽ വെച്ച് പ്രധാന ഭാര്യമാരായിട്ടുള്ള രുക്മിണി മുതലായിട്ടുള്ള 8 പേരുടെ പുത്രന്മാരായ പ്രദ്യുമ്നാദികളെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞു തരാം എന്ന് പറയാണ് ശ്രീ സുഖബ്രഹ്മർഷി. ചാരുദേഷ്ണ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരുശ്ചാരുഗുപ്തശ്ച ഭദ്രചാരുസ്തഥാപര ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോഹരേ പ്രദ്യുമ്ന പ്രമുഖാ ജാതാ രുക്മിണ്യാം നാവമാപിതു. പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ, സുദേഷ്ണൻ, വീര്യവാനായ ചാരുദേഹൻ, സുചാരു, ചാരുഗുപ്തൻ, ഭദ്രചാരു, ചാരുചന്ദ്രൻ, വിചാരു, ചാരു, ഇങ്ങനെ രുക്മിണിയുടെ പുത്രന്മാര് 10 പേര്. ഭാനു, സുഭാനു, സ്വർഭാനു, പ്രഭാനുർഭാനുമാൻസ്തഥാ ചന്ദ്രഭാനുർ ബൃഹൽഭാനു അതിഭാനുസ്തഥാക്ഷമ ശ്രീഭാനു പ്രതിഭാനുശ്ച സത്യഭാമാത്മജാദശ. സത്യഭാമയുടെ പുത്രന്മാര് ഇവരൊക്കെയാണ്. എല്ലാവർക്കും അതിന് മാച്ചായിട്ടുള്ള പേരുകളാ അല്ലെ. ഭാനു, സുഭാനു, സ്വർഭാനു, പ്രഭാനു, ഭാനുമാൻ, ചന്ദ്രഭാനു, ബൃഹത്ഭാനു, അതിഭാനു, ശ്രീഭാനു, പ്രതിഭാനു. ഇങ്ങനെ 10 പേരാണ് സത്യഭാമയ്ക്ക് ജനിച്ച പുത്രന്മാര്. സാംബസുമിത്ര പുരുജിൽ ശതജിത് ച സഹസ്രജിത് വിജയശ്ചിത്രകേതുശ്ച വസുമാൻ ദ്രവിഡക്രതു ജാംബവത്യാ സുതാഹ്യേതേ സാമ്പാദ്യ പിതൃസമ്മതാ. സാംബൻ, സുമിത്രൻ, പുരുജിത്ത്, ശതജിത്ത്, സഹസ്രജിത്ത്, വിജയൻ, ചിത്രകേതു, വസുമാൻ, ദ്രവിഡൻ, ക്രതു. ഇങ്ങനെ 10 പുത്രന്മാര് ജാംബവതിയില് ജനിച്ചവര്. വീരശ്ചന്ദ്രോശ്വസേനശ്ച ചിത്രകുർ വേഗവാൻ വൃഷ ആമശങ്കുർവസു ശ്രീമാൻ കുന്തിർനാഗ്നജിതേ സുധാ
വീരൻ, ചന്ദ്രൻ, അശ്വസേനൻ, ചിത്രകു, വേഗവാൻ, വൃഷൻ, ആമൻ, ശങ്കു, വസു, ശ്രീമാനായ കുന്തി. ഈ 10 പേരാണ് നാഗ്നജിതിയിൽ ജനിച്ച പുത്രന്മാര്. ശ്രുതകവിർ വൃഷോ വീര സുബാഹുർഭദ്രേകല ശാന്തിർദർശ പൂർണമാസ കാളിന്ത്യ സോമഗോവര. ശ്രുതൻ, കവി, വൃഷൻ, വീരൻ, സുബാഹു, ഏകനായി തന്നെ ശത്രുക്കളെ ഹനിക്കുന്ന ഭദ്രൻ, ശാന്തി, ദർശൻ, പൂർണമാസൻ, ഒടുവിലത്തവനായ സോമകൻ. ഇങ്ങനെ 10 പേര് കാളിന്തിയുടെ പുത്രന്മാര്. പ്രഘോഷോ ഗാത്രവാൻ സിംഹോ ബലപ്രബല ഊർധ്വക മാദ്ര്യാപുത്ര മഹാശക്തി സഹോജോ പരാജിത. പ്രഘോഷൻ, ഗാത്രവാൻ, സിംഹൻ, ബലൻ, പ്രബലൻ, ഊർധ്വകൻ, മഹാശക്തി, സഹൻ, ഓജസ്, അപരാജിതൻ എന്നീ 10 പേര് ലക്ഷ്മണയിൽ ജനിച്ച പുത്രന്മാര്. ഭൃഗോ ഹർഷോ നിലോ ഗൃധ്രോ വർദ്ധനോന്നാദയേവച മഹാശപാവനോ വന്യേ മിത്രവിന്ദാത്മജാക്ഷുധി. ഭൃഗൻ, ഹർഷൻ, അനിലൻ, ഗൃധ്രൻ, വർദ്ധനൻ, അന്നാദൻ, മഹാശൻ, പാവനൻ, വന്യേ, ക്ഷുധി. ഇവര് മിത്രവിന്ദയിൽ ജനിച്ച പുത്രന്മാര്. സംഗ്രാമജിത് ബൃഹസേന ശൂരപ്രഹരണോ അരിജിത് ജയസുഭദ്രോ ഭദ്രായ വാമ ആയുശ്ച സത്യക. സംഗ്രാമജിത്ത്, ബൃഹസേനൻ, ശൂരൻ, പ്രഹരണൻ, അരിജിത്ത്, ജയൻ, സുഭദ്രൻ, വാമൻ, ആയുസ്, സത്യകൻ. ഇവരാണ് ഭദ്രയിൽ ജനിച്ച പുത്രന്മാര്. ദീപ്തിമാൻ താമ്രതപ്താദ്യ രോഹിണ്യാസ്തനയാ ഹരേ പ്രദ്യുമ്നാച്ചാനിരുദ്ധോ ഭൂത് രുക്മവക്ത്യാം മഹാബല. ദീപ്തിമാൻ, താമ്രതപ്തൻ മുതലായവര് രോഹിണിയില് ജനിച്ച പുത്രന്മാര്. പ്രദ്യുമ്നലിൽ നിന്നും രുക്മവതിയില് മഹാബലവാനായ അനിരുദ്ധൻ ജനിച്ചു. പുത്ര്യാം ദുരുക്മിണോ രാജൻ നാംനാ ഭോജഗടേ പുരേ ഏതേഷാം പുത്രപൗത്രാശ്ച കോടിശോ നൃപ മാതര കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. പ്രദ്യുമ്നന്റെ ഭാര്യയായ രുക്മവതി രുക്മിയുടെ പുത്രിയാണ്. ഭോജകടം എന്ന പുരത്തില് അനിരുദ്ധൻ ജനിച്ചു. ഹേ രാജാവേ, ഇങ്ങനെ ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരിലും 10 പുത്രന്മാരും അവർക്കുള്ള പുത്രന്മാരായ കൃഷ്ണപൗത്രന്മാരും പ്രപൗത്രന്മാരുമായിട്ട് ബഹുകോടി സന്താനം ശ്രീകൃഷ്ണ പരമ്പരയിൽ ജനിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.